ഹലോ സ്നേഹിതന്മാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. കോഴിക്കോട് ബൈപ്പാസിൽ കൊടൽനടക്കാവുള്ള പന്തിരങ്കാവിൻ്റെ തൊട്ടപ്പുറത്തായുള്ള കൊടൽനടക്കാവുള്ള ഫുട് ഓവർ ബ്രിഡ്ജിൻ്റെ വിശേഷങ്ങളാണ്. വർക്ക് ഇങ്ങനെ ഉഷാറായിട്ട് പുരോഗമിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ കാഴ്ചകളും കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പം നമുക്ക് ഇതുവരെ ഇതിൻ്റെ മുകളിൽ കയറാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു കേട്ടോ. ഇപ്പോൾ ആളുകളൊക്കെ ഇതിൽ നടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ കറക്റ്റ് ആ ഭാഗത്തുള്ള വർക്കൊന്നും കഴിഞ്ഞിട്ടില്ല. ഇവിടെ സ്റ്റെപ്പിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അടിപൊളി, നല്ല ഹരണ്ടില്ലേ കാണാൻ, വൈറ്റും റെഡും. നല്ല രസമുണ്ട്. അങ്ങോട്ട് നോക്കിയിട്ട് രസം ഉണ്ടാവുള്ളൂ, പക്ഷെ അത് കയറി ഇറങ്ങാനുള്ള ബുദ്ധിമുട്ട് ചില്ലറൊന്നും ആയിരിക്കില്ല കേട്ടോ. പ്രായമായ ആളുകൾക്കൊക്കെയാണ് ബുദ്ധിമുട്ട്. നമുക്കിതിൻ്റെ മുകളിലേക്കൊന്നാണ് കയറി നോക്കാം. 6 വരിപ്പാത എങ്ങനെയുണ്ട്? ഇവിടുന്ന് നോക്കുമ്പോൾ നല്ല ഹരാട്ടാണ് കാണാൻ, സൂപ്പർ. എല്ലാ വർക്കും സർവീസ് റോഡും മുഴുവൻ വർക്കും കഴിഞ്ഞ ഏരിയ ആണ് കേട്ടോ. മറീന മോട്ടോഴ്സിൽ ഓണാഘോഷ പരിപാടി നടക്കുന്നുണ്ടല്ലോ, ജോലിക്കാരുടേതായിരിക്കില്ലേ? യെസ്, ജോലിക്കാരുടേതാണ്. അവരുടെ ഇന്ന് ഓണാഘോഷ പരിപാടി ഇന്നാണ്. പന്തീരങ്കാവ് ഭാഗത്തു നിന്ന് വരുന്ന നമ്മുടെ രാമനാട്ടുര ബസ്സൊക്കെ സർവീസ് റോഡിലൂടെ യാത്ര തുടങ്ങി. ഇപ്പോൾ അതൊക്കെ ഇവിടെ ബസ് ഇറങ്ങിയവരൊക്കെ മൂർക്കനാട്, നമ്മുടെ കൊടൽനടക്കാവ് അപ്പുറത്തെ സൈഡിലേക്ക് പോകേണ്ടവരൊക്കെ നമ്മുടെ സ്റ്റെപ്പ് കയറി പോകുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. സ്റ്റെപ്പിലൂടെ യാത്ര ചെയ്യുകയാണ്. എത്ര സ്റ്റെപ്പ് ഉണ്ടെന്ന് ആദ്യം എണ്ണി വെക്കാം. ഇവരൊക്കെ അതിലൂടെ ആ ഭാഗത്ത് പോകേണ്ടവരാണ്. ഇവിടെയുള്ള റോഡിലുള്ള സർവീസ് റോഡിലും ഡിവൈഡറും ക്രാഷ് ബാരിയറും കുറച്ച് ഗ്യാപ്പൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ അടച്ചു കേട്ടോ. ഇനിയിപ്പോൾ ഇവർക്ക് ആശ്രയം ഇത് തന്നെ, നമ്മുടെ ഫുട്പാത്ത്. ഈ ഭാഗത്തുനിന്ന് വരുന്ന പത്തിരങ്കാവ് ഭാഗത്തുനിന്ന് വരുന്നവർക്ക് വർക്ക് ഇതിൻ്റെ മേൽക്കുരയുടെ വർക്കുള്ളൂ. ബാക്കിയുള്ള വർക്കും കഴിഞ്ഞുകൊണ്ട് ഇവർക്ക് നടന്നു പോകാം. നമുക്കിതിൻ്റെ മുകളിൽ കയറി നോക്കാം കേട്ടോ. 1 2 3 4 5 6 7 8 2 4 6 10 12. യെസ്, 12 8 20 20 32 32 44 44 50 സ്റ്റെപ്പോളം കയറിയിട്ട് വേണം കേട്ടോ. ഐ ഗോഡ്, മുട്ടുകാല വേദന ഉള്ളവർക്കൊക്കെ സുഖമായി. എസ്കലേറ്ററൊക്കെ ഉണ്ടെങ്കിൽ ഉഷാറായില്ലേ? അതിനൊക്കെ ഇനി വേറെ സ്ഥലം എടുക്കേണ്ടി വരും. ഇവിടെ ടൈലൊക്കെ വിരിച്ചല്ല, ടൈലൊക്കെ വെച്ച് റഫുള്ള ടൈലൊക്കെ വിരിച്ച് ഉഷാറാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ നിന്ന് നമ്മുടെ 6 വരിപ്പാത കാണാൻ അടിപൊളി. ഓക്കെ, നമ്മുടെ പന്തിരങ്കാവ് ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങളുടെ കാഴ്ച കേട്ടോ. ഞാൻ ഏകദേശം സെൻട്രൽ ഭാഗത്ത് നിൽക്കാം. എന്നാലേ പന്തിരങ്കാവ് ബ്രിഡ്ജ് അതാ കാണുന്ന. എന്താ തിരക്കിൽ 6 വരിപ്പാതയിൽ. 6 വരിപ്പാത ഒന്നും പോരെ, ഒരു 14 വരിപ്പാതെങ്കിലും വേണ്ടി വരും. ഇപ്പം തന്നെ ഓപ്പൺ ആക്കുന്നതിന് മുമ്പ് തന്നെ ഇത്ര തിരക്ക്. വിദേശ റോഡുകളൊക്കെ കാണുന്നത് പോലെ ഉണ്ട് അല്ലേ? സൂപ്പർ, നല്ല ഹരം എന്തായാലും കാണാൻ. നമ്മളെ നാട്ടിൽ പണ്ടൊക്കെ വീഡിയോയിൽ കണ്ട പരിചയമായിരുന്നു കേട്ടോ. ഒക്കെ നമ്മളെ നാട്ടിൽ തന്നെ ഇങ്ങനെ വന്ന് എന്നുള്ള നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യമായിട്ട് മാറിയോ എന്നൊരു സംശയം. ഇപ്പം കുറച്ച് കഴിഞ്ഞാൽ അതൊക്കെ ശീലമായിക്കോളും. ഇത് പെട്ടെന്ന് പുതിയതായിട്ട് കാണുന്ന ആളുകൾക്കൊക്കെ ഇത് നമ്മളെ നാട് തന്നെ ആണോ എന്നൊരു ചിന്ത എന്തായാലും വരും കേട്ടോ. യെസ്, ഇനി ഇതിൻ്റെ മേൽക്കുരയുടെ പണി നടക്കാനുണ്ട്. ഇതിൻ്റെ മേൽക്കുരയ്ക്കുള്ള കമ്പികളൊക്കെ അത് അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. പെയിൻ്റ് അടി ഇങ്ങനെ നടക്കുന്നുണ്ട്.
അവിടെയും വെൽഡിങ് വർക്കേഴ്സ്, അവിടെയും ആ സ്റ്റെപ്പിൻ്റെ അവിടെയും വെൽഡിങ് വർക്കേഴ്സ് ഉണ്ട്. അവരൊക്കെ ലീവില്ലാതെ ഇങ്ങനെ വർക്ക് എടുക്കുന്നുണ്ട്. അതിൻ്റെ വെള്ളം പോകാനുള്ള പൈപ്പ് ഇതൊക്കെ തന്നെ കാറ്റടിച്ചിട്ട് ഇലകളൊക്കെ പാറി ഇങ്ങനെ നിറഞ്ഞു കഴിഞ്ഞാൽ അതൊന്ന് വൃത്തിയാക്കാനൊന്നും ആരും ഉണ്ടാവില്ല. ഇതിൻ്റെ സൈഡ് പുല്ല് വെക്കാനുള്ള ഗേറ്റ് ആട്ടോ. ഇത് സൈഡ് വാൾ ഉണ്ടാവില്ലേ, ആളുകൾക്ക് അങ്ങോട്ട് ചാടാതിരിക്കാനുള്ള വഴി. എന്തായാലും കുടൽ നടക്കാവുന്നുള്ള ഈ കാഴ്ച നല്ലൊരു രസമുള്ള കാഴ്ച കേട്ടോ. മറീന മോട്ടേഴ്സിൽ ഇതുവരെ ചെണ്ടമേളൊക്കെ ഉണ്ടായിരുന്നു. റെസ്റ്റിലാണെന്ന് തോന്നുന്നു. ഈ ചായ കുടിക്കാൻ നിർത്തി, കുറച്ച് കഴിഞ്ഞ് വീണ്ടും തുടങ്ങുമായിരിക്കും. ഭായിജാനേ സിൽവർ പെയിന്റ്. ഇതുപോലെയുള്ള സ്ഥലം കിട്ടിയാൽ മതി വീഡിയോ എടുക്കാം. എന്നാൽ പിന്നെ ഡ്രോണിൻ്റെ ആവശ്യമൊന്നുമില്ല അല്ലേ. അപ്പോൾ ഞാൻ നമ്മുടെ ആ ചേട്ടനോട് ചോദിച്ചപ്പോൾ ചേട്ടൻ്റെ വീഡിയോ എടുത്തിരുന്നു കേട്ടോ. പക്ഷേ അതിൽ സൗണ്ടിന് എന്തോ ഒരു കുഴപ്പം, സൗണ്ട് ക്ലിയർ ആകുന്നില്ല ചേട്ടൻ്റെ സംസാരം. അപ്പോൾ അത് ഞാൻ മെല്ലെ ഒഴിവാക്കി, ക്ലിയർ ആവുന്നില്ല. അപ്പോൾ എന്തോ ഒരു നല്ല ചേട്ടൻ കാര്യമായിട്ട് പറഞ്ഞിരുന്നു കേട്ടോ. അതായത് ആ ചേട്ടന് നമ്മുടെ മോട്ടോഴ്സിൻ്റെ ബാക്കിലായിട്ടാണ് അദ്ദേഹത്തിൻ്റെ വീട് വരുന്നത്. പുള്ളിക്കാരൻ ഇവിടെയാണ് പലചരക്ക് സാധനങ്ങളൊക്കെ വാങ്ങാനുള്ള കടകൾ ഇവിടെയാണ്. അപ്പോൾ എന്തായാലും ഇവിടെ ഈ ഫുട് ഓവർ ബ്രിഡ്ജ് ഈ സ്കൂള് ഹോസ്പിറ്റലൊക്കെ കണക്കാക്കി വന്നതുകൊണ്ട് ഇവിടെ തൊട്ടടുത്ത അയൽപ്പക്കത്ത് താമസിക്കുന്ന ആളുകൾക്ക് വലിയ ഉപകാരമായിട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തൊട്ടടുത്ത ടൗണിലേക്കല്ലേ സാധനങ്ങൾ വാങ്ങാൻ. പിന്നെ അതല്ലെങ്കിൽ പന്തീരങ്കാവിലേക്ക് കുറേ ദൂരം അങ്ങ് പോകണം. വണ്ടിയുള്ളവർക്കൊക്കെ ചുറ്റി വളഞ്ഞങ്ങനെ പോകണം കേട്ടോ. അല്ലെങ്കിൽ ഇതിലെ ഈ സൈഡിൽ കൂടി വൺ വേ തെറ്റിച്ച് പോകണം. വൺ വേ ഒക്കെ ആക്കുകയെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ മൂർക്കനാട് ഭാഗത്ത് കൂടി അതിലേ ചുറ്റി വളഞ്ഞങ്ങനെ വരണം കേട്ടോ. അല്ലേ, ഇവിടുന്ന് 1 കിലോമീറ്റർ അങ്ങോട്ട് പോയിട്ട് അവിടുന്ന് അണ്ടർപാസിൽ നിന്ന് കയറിയിട്ട് ഈ ഭാഗത്ത് കൂടി അങ്ങനെ വരണം. ഇതാണ് കേട്ടോ ഈ അണ്ടർപാസ്. ഈ അണ്ടർപാസിൻ്റെ അടുത്തേക്ക് ഞാൻ ആദ്യമായിട്ട് വരും കേട്ടോ. 4.5. സൂര്യൻ്റെ വെളിച്ചമായിട്ടിട്ട് സംഭവം കാണുന്നില്ല. എന്തായാലും 4.5 മീറ്റർ ഹൈറ്റുള്ള അണ്ടർപാസ്. വലിയ വാഹനങ്ങൾക്കൊക്കെ പോകട്ടോ, വലിയ വാഹനങ്ങൾക്കൊക്കെ ഉഷാറായിട്ട് പോകാം. ഈ അണ്ടർപാസിലൂടെ കയറി വേണം നമ്മുടെ മൂർക്കനാട് ഹോസ്പിറ്റലിലേക്കൊക്കെ പോകാൻ. പന്തീരങ്കാവ് ഭാഗത്തുനിന്ന് വരുന്നവരൊക്കെ അങ്ങനെയൊക്കെ യാത്ര ചെയ്യണം. അതായത് ചേട്ടൻ പറഞ്ഞത് സ്റ്റെപ്പ് മൂപ്പർക്ക് 75 വയസ്സായി ഈ സ്റ്റെപ്പ് കയറാൻ ഇപ്പം എന്നെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടില്ല. പ്രായമായ സ്ത്രീകൾക്കൊക്കെയാണ് ബുദ്ധിമുട്ട്. ലിഫ്റ്റൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ വലിയ ഉപകാരമാണെന്ന് പറഞ്ഞിട്ടോ. എസ്കലേറ്റർ ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. അതിനൊക്കെ ഇനി സ്ഥലങ്ങളൊക്കെ വേണ്ടി വരും. അതൊക്കെ ഭാവിയിൽ എന്തെങ്കിലും ആവുമായിരിക്കും അല്ലേ. അപ്പോൾ സ്നേഹിതന്മാരെ, ഇതൊക്കെയാണ് നമ്മുടെ ഫുട് ഓവർ ബ്രിഡ്ജിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്താളേ. അപ്പോൾ പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ബൈ ബൈ.